ഹലോ, വെൽക്കം ടു മിന്നൂസ് കെ സ്മൈലി ബ്ലോഗ്. എല്ലാവരും സുഖമാണോ? എല്ലാവരും സുഖമാണെന്ന് എനിക്കറിയാം. അവിടുത്തെ പ്രോബ്ലംസൊക്കെ ഭയങ്കര മഴയൊക്കെ അല്ലേ, ഭയങ്കര കാറ്റും മഴയാണ്. നിങ്ങളെല്ലാവരും സേഫ് ആയിരിക്കണം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ വയനാട്ടിലേക്ക് ഉരുൾപൊട്ടിയതിൽ അറിഞ്ഞ് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് ഇപ്പം ഞാനൊരു ചെറിയൊരു റെസിപ്പി ആയിട്ട് വന്ന പാസ്ത റെസിപ്പി. ഓക്കെ, അത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ മീൻസ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടൊക്കെ ഉപയോഗിക്കാം. ഈസി റെസിപ്പിയാണ്. നമുക്ക് രാവിലെയാണ് ഈ പണി മീൻസ് രാവിലെ എണീറ്റ് ചെയ്യാനൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടാവത്തില്ല. എപ്പോഴും രാവിലെ സ്കൂളിൽ പോകാൻ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഇന്ന് എന്ത് കൊടുക്കും നാളെ എന്ത് കൊടുക്കും ടെൻഷൻ അടിക്കുന്നവർക്കൊക്കെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റാണ് പാസ്ത റെസിപ്പി ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അറിയോ, ഞാൻ ഈ 10 ഡേയ്സ് ഞാൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ലേ, ആ സമയത്തെല്ലാം ഞാൻ വ്ളോഗ് ചെയ്തിരുന്നത്, വീഡിയോ എല്ലാം എടുത്തിരുന്നത് മലയാളത്തിൽ മാത്രമായിരുന്നേ. അപ്പം നമ്മുടെ കന്നഡ വ്യൂവേഴ്സിനൊക്കെ കുറച്ച് മീൻസ് മലയാളം മനസ്സിലാവില്ലല്ലോ, അപ്പോൾ അവർ പറഞ്ഞൊന്ന് കന്നഡ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ ಸ್ವಲ್ಪ ಕನ್ನಡ ಮಿಕ್ಸ್ ಮಾಡಿ ಮಾತಾಡ್ತೀನಿ. ಓಕೆ, ಈ ರೆಸಿಪಿ ಏನಂದರೆ ಪಾಸ್ತಾ ರೆಸಿಪಿ ನಾನು ಮಾಡ್ತಿರೋದು. ಇಷ್ಟು ದಿನ ನಾನು ಮಾಡಿರೋದು ಮಲಯಾಳದಲ್ಲಿ ಮಾತಾಡ್ತಾ ಇದೀವಲ್ವ, ಅದಕ್ಕೆ ನಿಮ್ಗೆ ಅರ್ಥ ಆಗಿಲ್ಲ ಅನಿಸುತ್ತೆ. ಅದಕ್ಕೋಸ್ಕರ ನಾನು ಸ್ವಲ್ಪ ಕನ್ನಡ ಮಿಕ್ಸ್ ಮಾಡಿ ಮಾತಾಡ್ತೀನಿ. ಓಕೆ, എന്നാൽ പിന്നെ റെസിപ്പിയിലേക്ക് പോകാം കേട്ടോ. ഞാൻ റെസിപ്പി ತೋರಿಸ್ಕೊಡ್ತೀನಿ. ಓಕೆ, ಬನ್ನಿ. ಚಿಕ್ಕ ರೆಸಿಪಿ ಎಲ್ಲರೂ ಮಾಡಿ ನೋಡಿರೋದು ರೆಸಿಪಿನೇ, ಅಂದರೆ ನನ್ನ ಸ್ಟೈಲಲ್ಲಿ ನನಗಿಷ್ಟമായ രീതിയിൽ ഞാൻ ನಿಮಗೆ ಹೆಂಗೆ എന്താ ಮಾಡಿ ತೋರಿಸ್ತೀನಿ. ഓക്കെ, എൻ്റെ സ്റ്റൈലിൽ എനിക്കിഷ്ടമായ രീതിയിൽ എങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ എത്ര പേർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, വന്ന് വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പാസ്ത ഉണ്ടാക്കുന്ന ഐറ്റംസ് എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇത് കുറച്ച് ടൊമാറ്റോ, ഇത് കുറച്ച് ഗാർലിക്. ഓക്കെ, ജസ്റ്റ് ചതച്ചെടുത്താണേ. ഇത് ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ ബീൻസ്, ഇത് കൊറിയൻഡർ ലീവ്സ്. ഓക്കെ, ഇത്ര സാധനങ്ങൾ മതിയേ. പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് പെപ്പർ പൗഡർ. എന്നൊക്കെ പെപ്പർ പൗഡർ ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ പെപ്പർ പൗഡറിൻ്റെ ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഇത് ചില്ലി സോസ്. ഓക്കെ, നിങ്ങൾക്ക് ചില്ലി സോസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പറയാം, റെഡ് ചില്ലി പൗഡർ ഇട്ടാലും മതി. ഓക്കെ, ഇത് ചില്ലി നമ്മൾ പൊടിച്ചെടുക്കത്തില്ലേ, ചില്ലി ഫ്ലേക്സ്. ഇതില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, നമ്മുടെ വീട്ടിൽ റെഡ് ചില്ലി ഉണ്ടാവില്ല, അത് പൊടിച്ചെടുത്താലും മതി. ഇത്ര ഐറ്റം മതി. പിന്നെ കുറച്ച് ഓയിൽ. ഓക്കെ, ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. ഇതാണ് പാസ്ത. ഓക്കെ, നമുക്ക് ഏത് ബ്രാൻഡ് വേണം എടുക്കാം കേട്ടോ. ഇതാണ് പാസ്ത. നമുക്ക് ഈ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ആ ഫുൾ പാക്കറ്റ് ഞാൻ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ പാക്കറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ വെള്ളം നല്ലപോലെ കുറച്ച് തിളച്ച് വരണേ. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടണം. കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്, കാരണം ഇതിന് ഉപ്പ് പിടിക്കണ്ടേ. അതിന് കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. പിന്നെ നോക്കിയിട്ട് ഇടാവുള്ളേ. അതിനുശേഷം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കണം കേട്ടോ, അത് വിട്ടുവിട്ടിരിക്കാനായിട്ടേ. നല്ലൊരു തിളച്ച് വരട്ടെ. ഈ പാസ്ത റെഡി ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്സ് വേണം കേട്ടോ. നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ പാസ്ത എടുത്തിടും. ഓക്കെ, പാസ്ത എന്താണെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ്സ് ആകണം വേകണമെങ്കിൽ. വെന്ത് കഴിയുമ്പോൾ നമ്മളിത് നല്ലപോലെ സ്റ്റെയിൻ ചെയ്യണം. സ്റ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇതുകൊണ്ട് വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഈ പാസ്തനകത്തേക്ക് ഇടാവേ. ഇതിന് വേറൊരു ടൈപ്പ് പാസ്ത വരും, പിരി പോലുള്ള പാസ്ത. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനൊരു 1/4 kg ഉണ്ട്, അത് ഫുള്ളും കിട്ടും. പിന്നെ വേറെ ഒന്നും ഇനി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് കണ്ടോ, നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ് വേണം, മതി കേട്ടോ. ഇത് തിളച്ച് മീൻസ് വേഗമായിട്ട് നിങ്ങൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേ. ഞാൻ ഇച്ചിരി ലെഡ് വെച്ച് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തതാണ്. ഇപ്പം നിങ്ങൾക്ക് എന്തെന്നറിയാൻ വേണ്ടി സംശയമാണെങ്കിൽ ഒരു പീസ് 2 പീസ് എടുത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് കടിച്ച് നോക്കിയാൽ മതി. കുറച്ച് സോഫ്റ്റ് ആവും. അപ്പം നമുക്ക് ഓഫ് ചെയ്തിട്ട് സ്റ്റെയിൻ ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് നല്ലോണം തിളച്ച് വെന്ത് കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് സ്റ്റെയിൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് സ്റ്റെയിൻ ചെയ്തിട്ട് വരാവേ. ഇത് നമ്മളതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളയണം കേട്ടോ. ഇത് കണ്ടോ, പാസ്ത നോക്കി ഞാനിങ്ങനെ സ്റ്റെയിൻ ചെയ്തിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് അധികം വെള്ളമൊന്നും ഇല്ല കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ എണ്ണ ഒഴിച്ചു നോക്കണം. എല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാവേ. നോക്കി ഞാൻ അതേ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് വെള്ളം ഉണ്ട്, നമുക്ക് പറ്റട്ടെ. പിന്നെ ഞാൻ ചെയ്യുന്നത് ഓയിലല്ല കേട്ടോ, ഞാൻ ബട്ടറിലാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, കുറച്ച് ബട്ടർ ഇടാവേ. ബട്ടർ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരുന്നില്ലേ വെള്ളുള്ളി ഇടാവേ. വെള്ളം ഇട്ടിട്ട് നമുക്ക് ചില്ലി ഫ്ലാക്സ് ഇടാം. ഓക്കെ, 2 ചെറിയ ഇതുകൊണ്ട് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഇതും കൊണ്ടാണ് സ്പൂൺ കൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, കുറച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം.
അതിന് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾ ഇല്ലേ, ബീൻസ്, പിന്നെ ക്യാരറ്റ്, ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത എല്ലാ വെജിറ്റബിൾസും അങ്ങോട്ട് ഇടാവേ. കുറച്ചങ്ങ് വേകട്ടെ കേട്ടോ. ഈ വെജിറ്റബിളിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പിടാം കേട്ടോ, ആ വെജിറ്റബിൾ പിടിക്കാനായിട്ടേ. പക്ഷെ നമ്മൾ ആദ്യം ഇട്ടാണല്ലോ, അത് നോക്കിയിട്ട് വേണം ഇടാൻ കേട്ടോ. ഞാൻ കുറച്ച് പിഞ്ച് ഇടുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡ് ചില്ലി ആണല്ലോ ഉപയോഗിക്കാം, ചില്ലി പൗഡർ. ഞാനത് ഉള്ളതുകൊണ്ട് ഉപയോഗിച്ചതേ ഉള്ളൂ കേട്ടോ. ഇതുണ്ടോ വെണ്ണ, ബട്ടറാക്കി ഇനി നല്ലൊരു ടേസ്റ്റ് കിട്ടുമോ ബട്ടർ. ഓക്കെ, നിങ്ങൾ ഒരു പ്രാവശ്യം ബട്ടർ ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ഇല്ലേ, അതും കൂടി ഇടാം. ഇതിന് വെജിറ്റബിൾ ഒന്നും അധികം വേഗണ്ട കേട്ടോ. ಮೀಡಿಯಂ ಸೈಜ್ ಮೀಡಿಯಂ പോലെ വെന്താൽ മതി. ಅಯ್ಯೋ ಏನು ಗೊತ್ತಾ, ಇಷ್ಟೊತ್ತು ನಾನು ಮಲಯಾಳವಲ್ಲವ ಮಾತಾಡಿರೋದು. ಏನು ಗೊತ್ತಾ ನಾನು, ಅಯ್ಯೋ ನೋಡಿ ಇಷ್ಟೊತ್ತು ಕನ್ನಡ ಮಾತಾಡ್ತೀನಿ ಹೇಳಿ ಮರ್ತೇ ಹೋಯ್ತು. ಏನು ಗೊತ್ತಾ, ಇದು ಕನ್ನಡ. ಇದು ನೋಡಿ, ಇದು ನಾವು ಪೀಸ್ತಾ ಬೇಯಿಸ್ಬಿಟ್ಟು ನೀರೇ ಚೆಲ್ಬಿಡ್ಬೇಕು. ಓಕೆ, ಚೆಲ್ಲ ಅಂದಮೇಲೆ ನಮಗೆ ಏನೇನು ವೆಜಿಟೇಬಲ್ ಬೇಕು ಅದೆಲ್ಲ ಯೂಸ್ ಮಾಡ್ಬೋದು. ಕ್ಯಾಪ್ಸಿಕಮ್, ಕ್ಯಾರೆಟ್, പിന്നെ ಟೊಮಾಟೊ ಎಕ್ಕೆ. ಓಕೆ, ಅದಾದಮೇಲೆ ಏನು ಗೊತ್ತಾ, ಸ್ವಲ್ಪ ಬೆಳ್ಳುಳ್ಳಿ, പിന്നെ ಚಿಲ್ಲಿ ಸಾಸ್, ಓಕೆ, ದೆನ್ ಚಿಲ್ಲಿ ಫ್ಲೇಕ್ಸ್, ದೆನ್ ಬೇಕಾಗಿರೋದು ಏನಂದರೆ ಪೆಪ್ಪರ್ ಪೌಡರ್. ಓಕೆ, ಲಾಸ್ಟ್ ನಾವು ಸರ್ವ್ ಮಾಡೋಕ್ಕೆ ನಾವು ಕೊರಿಯಂಡರ್ ಲೀವ್ಸ್ ಹಾಕ್ಕೋಬೇಕು, ಮತ್ತು ಸಾಲ್ಟ್. ಓಕೆ, ಇದನ್ನೆಲ್ಲ ಬೇಯಿಸ್ಬಿಟ್ಟು ಈಗ ವೆಜಿಟೇಬಲ್ ಎಲ್ಲ ಮೀನ್ಸ್ ಸ್ಟೇನ್ ಮಾಡಿ, ಪೀಸ್ತಾ ಸ್ಟೇನ್ ಮಾಡಿಬಿಟ್ಟು ಸೈಡಲ್ಲಿ ಇಟ್ಟಿದ್ದೀನಿ. ಇದು ವೆಜಿಟೇಬಲ್ ಎಲ್ಲ ಬೇಯ್ತಾ ಇದೆ, ಅಂದರೆ ನಾನು ಬೆಣ್ಣೆಯಲ್ಲೇ ಮಾಡಿರೋದು. ಓಕೆ, ನಿಮಗೆ ಆಯಿಲ್ ಬೇಕಾದರೆ ಹಾಕೋಬೋದು. ಓಕೆನಾ, സോറി. നോക്ക്, ഇത് മീഡിയം സൈസിൽ വെന്ത് കേട്ടോ. ഇനി നമുക്കിനകത്ത് പിസ്ത ആക്കാവേ, പിസ്ത ഇടാം കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിലേ കന്നഡ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് സമയം കന്നഡ സംസാരിച്ചത്. നമുക്ക് മിക്സ് ചെയ്യാം. ಮಿಕ್ಸ್ ചെയ്യുമ്പോൾ ಎಲ್ಲ ಇಟ್ಟು കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ. മിക്സ് ಮಾಡಿಬಿಟ್ಟು ಸಾಲ್ಟ್ ಇದೆ ನೋಡಬೇಕು. ಓಕೆ, ഇനി ഇതിനകത്ത് കുറച്ച് പെപ്പർ പൗഡർ ഇടാം കേട്ടോ. നോക്കിയിട്ട് ഇടാവുള്ളേ, അത് ഇടരുത്, പിള്ളേർക്ക് കൊടുക്കാനുള്ളതല്ലേ, കുറച്ച് ഇടാവുള്ളേ. ഇത് നമുക്ക് കുറച്ച് മിക്സ് ചെയ്യാം. ಸ್ವಲ್ಪ ಪೆಪ್ಪರ್ ಪೌಡರ್ ಹಾಕಿ ಚೆನ್ನಾಗಿ ಮಿಕ್ಸ್ ಮಾಡಿ, ಆಮೇಲೆ ಟೊಮಾಟೊ ಸಾಸ್ ಮೀನ್ಸ್ ചില്ലി സോസ് ഞാനിട്ട് മാറ്റി വെച്ചിരുന്നില്ലേ, അതും കൂടി ഇടാം. ಚೆನ್ನಾಗಿ ಮಿಕ್ಸ್ ಮಾಡಿ നല്ലപോലെ ഇളക്കാം കേട്ടോ. ഇളക്കുമ്പോൾ ഇതിൽ ഉപ്പുണ്ടോന്നൊക്കെ നോക്കണം കേട്ടോ. ഞാൻ ഉപ്പുണ്ടോ നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. ഇനി എല്ലാം കഴിഞ്ഞു. ഇനി ഫൈനൽ നമുക്ക് കൊറിയൻഡർ ലീവ്സ് ആക്കാം കേട്ടോ. കൊറിയൻഡർ ലീവ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കരിവേപ്പിലില്ലേ, അതാണല്ലോ ആക്കാം. അത് കിട്ടിയില്ലെങ്കിൽ അതിട്ടാൽ മതി. ഓക്കെ, ನೋಡು ಫೈನಲಿ ನನ್ನ ಪಿಸ್ತಾ ಇಲ್ಲಿ ರೆಡಿ ಆಗಿದೆ. ನೋಡು, ಟೊಮೆಟೊ ಸಾಸ್ ಜೊತೆ ನೀವು ತಿನ್ಬೋದು, ತುಂಬ ಟೇಸ್ಟ್ ಇದೆ. ಓಕೆ, ನೀವೆಲ್ಲರೂ ಇದು ಮನೇಲಿ ಮಾಡಿ ನೋಡಬೇಕು. ഓക്കെ, ഇതുണ്ടോ ഫൈനലി എൻ്റെ പിസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. കണ്ടോ, വിത്ത് ടൊമാറ്റോ സോസ് നല്ല ടേസ്റ്റാണ്. ഓക്കെ, നിങ്ങൾ മീൻസ് ബട്ടർ ചെയ്താൽ മതി. ബട്ടർ ചെയ്യുവാണെങ്കിൽ ഇനി നല്ല ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ ബട്ടർ ചെയ്ത് നോക്കിയേ. ഞാൻ ഇത്ര നാളും ചെയ്ത് ഓയിലായിരുന്നു കേട്ടോ. നല്ല രുചിയുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട്. നോക്കി. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, ഷെയർ, ಸಬ್ಸ್ಕ್ರೈಬ್ ചെയ്യാൻ ಮറಕಲ್ಲ കേട്ടോ. ಎಲ್ಲರೂ ಸೇಫ್ ಆಗಿರಿക്കണം. ಓಕೆ, ಬಾಯ್. ನನ್ನ ರೆಸಿಪಿ ಇಷ್ಟ ಆದರೆ ಲೈಕ್, ಶೇರ್, ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡೋಕ್ಕೆ ಮರಿಬೇಡ ಆಯಿತಾ. ಬಾಯ್. ನೆಕ್ಸ್ಟ್ ಟೈಮ್ ನೆಕ್ಸ್ಟ್ ವಿಡಿಯೋ. ಬಾಯ್, ಟೇಕ್ ಕೇರ್.